ജോസ് കെ മാണി എം പി നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്ക് മുന്നോടിയായി കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതാക്കളുടെയും പോഷക സംഘടനാ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരുടെയും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ന് 11 മണിക്ക് കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേരും. യോഗം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അറിയിച്ചു. സനോജ് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ, LDFന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന വികസന മുന്നേറ്റ ജാഥ, പ്രചാരണ ജാഥയുടെ ഭാഗമായുള്ള കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി യോഗമാണ്. വലിയ പ്രത്യേകത എന്ന് പറയുന്നത് UDFിലേക്ക് വിട്ടുപോകുമോ അല്ലെങ്കിൽ LDFനെ വിട്ട് UDFിലേക്ക് തിരിച്ചു പോകുമോ എന്ന തരത്തിലുള്ള വലിയ ആശങ്കകളും കിംവദന്തികളും വാർത്തകളും ഒക്കെ നിറഞ്ഞിരുന്ന സാഹചര്യത്തിൽ കൃത്യമായി നിലപാട് ഉറപ്പിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന ഏത് രീതിയിലാണോ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന് ഉറച്ച നിലപാട് പറഞ്ഞതിന് ശേഷമുള്ള ഒരു സംസ്ഥാന സമിതി യോഗം കൂടെയാണ്. LDFന്റെ ജാഥയെക്കുറിച്ച് പറഞ്ഞാൽ വടക്കൻ മേഖലാ ജാഥ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് നയിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ജാഥ ലീഡറാകുന്നത്. മധ്യമേഖലാ ജാഥയാണ് ജോസ് കെ മാണി നയിക്കാനൊരുങ്ങുന്നത്. ജോസ് കെ മാണി MP നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ ജാഥ വൻ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് എമ്മും LDFിലെ മറ്റ് ഘടകകക്ഷികളും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദിനേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്നും വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എം LDF വിടുകയാണ് എന്ന തരത്തിൽ വ്യാപകമായി വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ പല ഘട്ടങ്ങളിലും ജോസ് കെ മാണി MPയും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾ LDFന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും LDFിൽ ഉറച്ചു നിൽക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും മാധ്യമങ്ങൾ ഈ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കുകയില്ല എന്ന തരത്തിൽ പോലും വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം പാർട്ടിയുടെ നിലപാട് കൃത്യമായി ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും താൻ ജാഥയുടെ ക്യാപ്റ്റനായി ഉണ്ടാകുമെന്നും ചില പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ബജറ്റ് സമ്മേളനവും ഒപ്പം തന്നെ ബജറ്റ് അവതരണവും ഒക്കെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് എന്ന നിലയിൽ പാർട്ടിയിലെ മറ്റാരെയെങ്കിലും ചുമതല ഏൽപ്പിക്കാൻ സാധ്യത ഉണ്ടായെന്നും, പക്ഷേ ജാഥയുടെ ക്യാപ്റ്റനായി മുൻനിരയിൽ തന്നെ ജോസ് കെ മാണി ഉണ്ടാകുമെന്നും അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് മുതൽ തന്നെ ഈ കേരള കോൺഗ്രസ് ജാഥ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വിപുലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. LDFിൽ അവർ സംതൃപ്തരാണ്. മാത്രമല്ല, ഭൂപതിവ് ഭേദഗതി നിയമം, ഒപ്പം തന്നെ വന്യജീവി സംരക്ഷണ നിയമം ഉൾപ്പെടെ കേരള കോൺഗ്രസുമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ഈ സർക്കാരിന്മേൽ ഉന്നയിച്ച പല കാര്യങ്ങളും അവരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട്, കർഷക സംഘടന എന്ന നിലയിൽ അവരുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തങ്ങൾ LDFിൽ സംതൃപ്തരാണ് എന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ, LDFന്റെ നേതൃത്വത്തിൽ ജാഥ നടക്കുന്നത്. അതിനെതിരെയാണ് എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ LDFിൽ നിന്നും UDFിൽ എത്തിക്കുക എന്നുള്ള ഒരു അജണ്ട ഏറ്റെടുത്ത മാധ്യമങ്ങൾ നിരന്തരമായി വാർത്തകൾ, ശൂന്യതയിൽ നിന്നും യാതൊരു വസ്തുതയുമില്ലാതെ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കുകയായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഈ കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയെങ്കിലും UDFിൽ എത്തിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വാർത്തകളിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കേരള കോൺഗ്രസ് LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് അവരുടെ ജാഥയുടെ ഭാഗമായി മാറുന്നതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഇടങ്ങളിലും നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ യോഗങ്ങൾ ചേർന്നു. നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ യോഗങ്ങൾ ചേർന്നതിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലം യോഗങ്ങൾ വിളിച്ചു ചേർത്തു. കാരണം ജാഥയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അജണ്ട എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയുടെ വിജയത്തിനായി എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെയും ഒപ്പം തന്നെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെയും ഒപ്പം തന്നെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഒരു യോഗം ഈ ജാഥയുടെ വിജയത്തിനായി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർക്കുന്നത്. ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിയാണ്. എന്തായാലും ഈ ജാഥ വൻ വിജയമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം മുന്നോട്ട് നീങ്ങുന്നത്. വിനിഷ. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും LDFന്റെ മധ്യമേഖലാ ജാഥ അതാണ് നയിക്കുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻസി നേതൃത്വം നൽകുന്നത് ജോസ് കെ മാണി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായതാണ്. ആ ജാഥ വിജയിപ്പിക്കാനുള്ള എല്ലാവിധ
അജണ്ടകളും അത് ക്രമീകരിക്കാനും അത് ചർച്ച ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സമിതി ഓഫീസിൽ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ, സംസ്ഥാന സമിതി അംഗങ്ങൾ, സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, നിയോജക മണ്ഡലം പ്രവർത്തകരെല്ലാവരും ഇന്ന് യോഗം ചേരാനിരിക്കുന്നത്.